ഒരു ഭരണാധികാരിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോളിന് നേരിടേണ്ടി വന്നത്. അയൽ രാജ്യവും എന്നാൽ ശത്രു രാജ്യവുമായ കിമ്മിന്റെ ഉത്തര കൊറിയ ഉൾപ്പെടെ പല ലോക രാഷ്ട്രങ്ങളും ഉറ്റുനോക്കുന്നത് ദക്ഷിണ കൊറിയയിൽ ഇനി എന്ത് എന്നാണ്. ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റിന്റെ ശേഷം ഒരു ജനാധിപത്യ രാജ്യത്ത് ഇനി എന്ത്, എങ്ങനെ? സ്വന്തം പാർട്ടിയിലെ തന്നെ 12 പേരാണ് പ്രസിഡന്റ് യൂൻ സുക് യോളിനെതിരെ വോട്ട് ചെയ്തത്. ആജീവനാന്ത തടവ് മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന ഗുരുതര കുറ്റകൃത്യത്തിനാണ് ഈ ഭരണാധികാരി വിചാരണ നേരിടുന്നത്. തന്റെ ആ ഒരു ഒറ്റ തീരുമാനത്തിലൂടെ വർഷങ്ങളുടെ പ്രയത്നത്തിലൂടെ ലഭിച്ച നേട്ടങ്ങളാണ് വെണ്ണീറായത്. ഇംപീച്ച് ചെയ്യപ്പെട്ടുവെങ്കിലും ഔദ്യോഗികമായി പദവി നഷ്ടപ്പെട്ടോ എന്ന് ഉറപ്പിക്കാൻ യൂണിന് ഇനി 6 മാസം കൂടി കാത്തിരിക്കേണ്ടി വരും. സിയോളിലെ ഈ രാഷ്ട്രീയ കോളിളക്കം അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ ബന്ധത്തിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. ടോക്കിയോയുമായി ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കാനും ഇരു രാജ്യങ്ങളെയും കോർത്തിണക്കി ഒരു ട്രൈലാറ്ററൽ ബന്ധം നിലനിർത്താനും യൂണിന്റെ നേതൃത്വം സഹായിച്ചിരുന്നു. സിയോൾ ഉത്തര പസഫിക്കിൽ സ്ഥിര സാന്നിധ്യമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന രാജ്യങ്ങൾ നിലവിലെ സംഭവ വികാസങ്ങളിൽ ആശങ്കയിലാണ്. പൂർണ്ണമായും അധികാര പദവി നഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ കലാപമുണ്ടാക്കൽ, രാജ്യദ്രോഹം ഒഴികെയുള്ള കേസുകളിൽ യൂണിന് നിയമ സംരക്ഷണം ലഭിക്കും. എന്നാൽ അന്വേഷണങ്ങൾ നേരിടുക എന്നത് അദ്ദേഹത്തിന് അത്ര എളുപ്പമായിരിക്കില്ല. രാജ്യത്ത് പട്ടാള നിയമം കൊണ്ടുവന്നതിനെതിരെ പോലീസ്, പാർലമെന്റ്, പ്രോസിക്യൂട്ടർമാർ എന്നിവരിൽ നിന്നാണ് അന്വേഷണം നേരിടുന്നത്. പക്ഷേ നേരിടാൻ ഇതുവരെ അദ്ദേഹം തയ്യാറായിട്ടില്ല. അന്വേഷണ ഏജൻസികൾ പല തവണ ആവശ്യപ്പെട്ടിട്ടും മുഖം തിരിക്കുന്ന ഈ നിലപാടിൽ എത്ര നാൾ തുടരാൻ കഴിയുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി രാജ്യം വിട്ടു പോകുന്നതിന് വിലക്ക് നേരിടുകയാണ് നിലവിൽ യൂൻ. കടുത്ത യാഥാസ്ഥികനും ഏറെക്കാലം അഭിഭാഷകനുമായിരുന്നു യൂൻ. രാഷ്ട്രീയത്തിൽ വേണ്ടത്ര അനുഭവ സമ്പത്തില്ലാത്ത അദ്ദേഹം 2022 5 വർഷത്തെ ലിബറൽ ഭരണത്തിന് ശേഷം അധികാരത്തിൽ എത്തുന്നത്. പ്രസിഡൻഷ്യൽ പദവിയിലേക്ക് മത്സരിക്കുന്നതിന് 1 വർഷം മുൻപ് മാത്രമാണ് രാഷ്ട്രീയ പദവിയിലെത്തിയത്. അന്നത്തെ ഉത്തര കൊറിയൻ ആണവ പ്രതിസന്ധിയും ശിഥിലമായ സാമ്പത്തിക വ്യവസ്ഥയും അധികാരം നേടുന്നതിന് അനുകൂല സാഹചര്യമൊരുക്കി. 2.5 വർഷം പ്രസിഡന്റ് പദവി വഹിച്ച അദ്ദേഹം രാഷ്ട്രീയത്തിനപ്പുറം നിയമവുമായാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. പദവിയിലുള്ള സമയത്ത് ഉത്തര കൊറിയയിൽ നിന്ന് നിരന്തര ഭീഷണിയും പ്രതിപക്ഷ നിയന്ത്രിത പാർലമെന്റിലുള്ള തർക്കങ്ങളുമൊക്കെ വെല്ലുവിളിയായിരുന്നു. അതിനൊപ്പം യൂനും ഭാര്യയും ഉൾപ്പെടുന്ന അഴിമതി ആരോപണവും ഉയർന്നു വന്നിരുന്നു. ഇത്തരം വിമർശനങ്ങളെ വ്യക്തിപരമായി എടുത്ത് പരിഹാരത്തിനായി വിശ്വസ്തരോട് ഉപദേശങ്ങൾ തേടാനും അദ്ദേഹം മടിച്ചിരുന്നില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഒരു ഉയർന്ന നേതൃസ്ഥാനം വഹിക്കാനുള്ള കഴിവില്ല എന്ന വിമർശനവും യൂൻ നേരിട്ടിരുന്നു. പ്രസിഡന്റ് എന്ന നിലയിൽ യൂൻ ഒട്ടും തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ല എന്നും തീരുമാനങ്ങളെല്ലാം വേണ്ടപ്പെട്ട ചിലരോട് മാത്രം സംസാരിച്ച് നടപ്പാക്കുകയാണ് ചെയ്യുന്നതെന്നും ഒരിക്കൽ സിയോൾ ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രസിഡൻഷ്യൽ ജിയോഷി പ്രസിഡന്റ് വിമർശിച്ചിരുന്നു. സമാധാനപരമായിരുന്നില്ല യൂണിന്റെ പ്രസിഡൻഷ്യൽ ഭരണം. അമർഷവും വിദ്വേഷവും പരസ്യമായി പ്രകടിപ്പിക്കുന്നതിൽ ഒരു മടിയും കാണിച്ചിരുന്നില്ല. നോർത്ത് കൊറിയയുടെ പിന്തുണയോടെ നടക്കുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുക എന്നതായിരുന്നു പട്ടാള ഭരണം കൊണ്ടുവരുന്നതിന് പിന്നിൽ യൂൻ നിരത്തിയ ന്യായീകരണം. നിരീക്ഷണങ്ങൾ പ്രകാരം പ്രതിപക്ഷ ജനാധിപത്യ പാർട്ടി നേതാവായ ലീ ജിയുമിനാണ് പ്രസിഡന്റ് പദവിയിലേക്ക് കൂടുതൽ സാധ്യത. പട്ടാള ഭരണം പ്രഖ്യാപിക്കുന്ന സമയത്തും ഇംപീച്ച്മെന്റ് നടപടികളുടെ സമയത്തും ശക്തമായ പ്രവർത്തനമാണ് ഇദ്ദേഹം കാഴ്ചവെച്ചത്. 2022 തെരഞ്ഞെടുപ്പിൽ വെറും 0.7% വോട്ടിനാണ് യൂണിനോട് ലീ പരാജയപ്പെട്ടത്. യൂണിന്റെ കൺസർവേറ്റീവ് പീപ്പിൾസ് പവർ പാർട്ടിയിൽ നിന്നും നേതാവായ ഹാങ് ഡോങ് ഹൂനിനും സിയോൾ മേയർ ഓഫ് സേ ഹ്യൂനിനും സാധ്യത കാണുന്നുണ്ട്. അധികാര പദവിയിലിരിക്കെ വിചാരണ നേടുകയും പദവി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ആദ്യ സംഭവമല്ല ഇത്. 1987 ജനാധിപത്യ സംവിധാനത്തിലേക്ക് മാറിയത് മുതൽ അഴിമതിയിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്ന പാർട്ടി തന്നെ വിചാരണ ചെയ്യുന്ന സവിശേഷത സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അധികാരികളെ ഉത്തരവാദിത്തമുള്ളവരാക്കാൻ കൊണ്ടുവന്ന ഈ സംവിധാനം പിന്നീട് ലക്ഷ്യം മാറി പ്രതികാരം നടപ്പാക്കാനുള്ള മാർഗമായി പാർട്ടികൾ ഉപയോഗിക്കുന്ന സംഭവ വികാസങ്ങളും കൊറിയ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.